അപ്പം അടുത്ത ഒരു എലക്ഷൻ ഉടൻ വരികയാണ്. ശക്തമായ പാർട്ടികൾ ഇനി നമ്മുടെ കേരളം ഭരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പോൾ ഇപ്പോൾ ഭരണം സ്വീകരിച്ചിരിക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ചെയ്ത് തീർക്കാമെന്ന് അവകാശപ്പെടുന്ന സാധനങ്ങളൊക്കെ വേഗം തീർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറം മറ്റു പാർട്ടികൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്, കോൺഗ്രസും BJP. പക്ഷെ കോൺഗ്രസിൽ ഇപ്പോഴും തമ്മിൽ തന്നെ നിന്നിട്ടില്ല. ആരാണ് ഇനി ഭരിക്കാൻ പോകുന്നതെന്ന് അവർ പോലും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു പരിധി വരെ എണ്ണപ്പെട്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. എന്നാൽ പോലും ശക്തരായ രാഷ്ട്രീയ പോരാളികളും നേതാക്കളും ഉള്ളത് കോൺഗ്രസിലാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എടുത്തു പറയേണ്ട നല്ല മികച്ച നേതാക്കൾ കോൺഗ്രസിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള തമ്മിൽ തല്ലും ഇല്ലെങ്കിൽ അകത്തുള്ള പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി കേന്ദ്ര നേതൃത്വത്തെ നയിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുൽ ഗാന്ധിനേക്കാളും മികച്ച നേതാക്കൾ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഷാഫിൽ പറമ്പിലാണെങ്കിലും അങ്ങനെ എടുത്തു പറയേണ്ട യുവനേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിപ്പോൾ ചാണ്ടി ഉമ്മൻ ആണെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം വ്യത്യസ്തമായ സ്വീകരണങ്ങൾ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പക്ഷെ കോൺഗ്രസിൽ ഒരു മികച്ച നേതൃത്വ സ്ഥാനത്തിൽ എത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് ചാണ്ടി ഉമ്മൻ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ഹൈബി ഈഡൻ, അങ്ങനെ നിരവധി ആളുകൾ കോൺഗ്രസിനകത്ത് നല്ല നേതൃത്വമുള്ള യുവാക്കളുണ്ട്. പക്ഷേ കുറച്ചധികം വളർന്ന നേതാക്കൾ, മുതിർന്ന നേതാക്കൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെപ്പോഴും മുമ്പിട്ട് കാണുന്നത് ഒരൊറ്റ കാര്യമാണ്, എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം. കാരണം എനിക്കാണ് കൂടുതൽ അനുഭവ സമ്പത്തുകളുള്ളത് എന്നുള്ള ഒരു പിടിവാശിയിലാണ് അവര്. പക്ഷെ നമ്മുടെ ഇപ്പോ സ്ഥാനമാറ്റാണെങ്കിലും തന്നെ അവര് വളരെ എന്താ പറയാ ഇഷ്ടത്തോടു കൂടി സ്ഥാനമാറ്റം കൈമാറുന്നു. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്നേഹവും തമ്മിൽ തല്ലാണ് അകത്ത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടുത്ത ഇലക്ഷന് ജയിക്കുമോ ഇല്ലെങ്കിൽ പാർട്ടിപരമായിട്ട് എത്രത്തോളം സീറ്റുകൾ പിടിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയാം. ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമുക്ക് വേണമെങ്കിൽ കോൺഗ്രസിന് കൊടുക്കാം. കാരണം കേരളത്തിൽ ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. മാത്രമല്ല കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു 5 വർഷം LDF ആണെങ്കിൽ അടുത്ത 5 വർഷം UDF ആണ്. അങ്ങനെ പൊക്കൊണ്ടിരുന്ന ഈ ഒരു കഴിഞ്ഞ വർഷം 10 വർഷം പിണറായി വിജയനെ സഹിച്ച കേരള ജനതയ്ക്ക് അടുത്ത വർഷം ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസ് ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട ട്വിസ്റ്റ് ആണ് BJP ഘടകം. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു യുദ്ധം വരെ കേരളത്തിൽ BJPക്ക് വലിയൊരു അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കാണെങ്കിലും വലിയൊരു സ്വീകാര്യത ഇല്ലായിരുന്നു. ഉള്ള സ്വീകാര്യത ആകെ സുരേഷ് ഗോപിക്കായിരുന്നു. ആ സ്വീകാര്യത പോലും രാഷ്ട്രീയത്തിനപ്പുറം ഒരു സിനിമാ നടൻ എന്ന രീതിക്കാണ് സുരേഷ് ഗോപിക്ക് BJPനേക്കാൾ അപ്പുറം സുരേഷ് ഗോപിനെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ പല ആളുകളും ഏറ്റവും കൂടുതൽ പ്രശംസിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. അദ്ദേഹം സ്വീകരിച്ച നടപടികളും അതുപോലെ തന്നെ അദ്ദേഹം മുമ്പ് തന്നെ ചെയ്തിട്ടുള്ള പ്രിക്കോഷൻസും നമ്മളെ യുദ്ധത്തിന് ജയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. കാരണം റഷ്യയിൽ നിന്നും ആയുധം മേടിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു 2019 കാലഘട്ടത്തിൽ. ആ ഒരു സമയത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു യുദ്ധം വന്നപ്പോൾ നമുക്ക് ആ ആയുധമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ലോകരാജ്യങ്ങളുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കാനും നരേന്ദ്രമോദി സഹായിച്ചിട്ടുണ്ട്. ആ ഒരു നരേന്ദ്രമോദിയുടെ ഭരണം അല്ലെങ്കിൽ BJP പാർട്ടി ഇപ്പോൾ കേരളത്തിൽ കുറച്ചധികം നന്നായി വരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയത് യുദ്ധത്തിന് ശേഷമാണ്. ശരിയാണ്, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ വെച്ച് നോക്കുകയാണെങ്കിലും കോൺഗ്രസിൽ ഒരു ഭാഗത്ത് അടി നടക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഭരണപക്ഷം നോക്കുകയാണെങ്കിലും അവിടെയും ഒരുപാട് അപാകതകളും ഒരുപാട് തെറ്റുകുറ്റങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ഒരിക്കലും ഒരു എന്താ പറയുക പ്രവർത്തനം എന്നുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം നമുക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്കാണെങ്കിലും BJP ഒരിക്കലും തന്നെ കേരളത്തിൽ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരുപറ്റ ആളുകളാണ് കേരളത്തിലുള്ളവർ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ആ നിലപാടുകൾ തന്നെ പലരുടെയും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം നമുക്ക് എന്താ പറയുക ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലത് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു എന്താ പറയുക രാഷ്ട്രീയ പാർട്ടിയാണ് നമുക്കൊക്കെ വേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇനി ആര് ഭരിക്കുമെന്നുള്ളത്. ഇനി LDFന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 10 വർഷം ഭരിച്ചത് കൊണ്ട് തന്നെ കേരള ജനതയ്ക്ക് അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ
മൂന്ന് പാർട്ടികളും അവരുടേതായിട്ടുള്ള ഒരു മത്സരം ഈ ഒരു ഇലക്ഷന് കാണിക്കും എന്നുള്ളതും തീർച്ച തന്നെയാണ്. മാത്രമല്ല അടുത്തൊരു ഘടകം എന്നുള്ളത്, അടുത്തൊരു സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് LDF ഇപ്പോഴും പല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടും, പക്ഷേ മറ്റേ മഴവെള്ളത്തിൽ ഒലിച്ചു പോയി തീർച്ചയായും. പക്ഷെ എന്നാൽ പോലും ഒരു LDFന്റെ പല നേതാക്കളും നല്ലത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മുതിർന്ന നേതാക്കളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയിലും മികച്ച നല്ല നേതാക്കളുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇപ്പോൾ പാലക്കാട് വിജയിച്ചിട്ടുള്ള BJP നേതാവുണ്ട്, അത് അദ്ദേഹം ഒരു 36 വയസ്സുള്ള, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്താണെങ്കിലും അദ്ദേഹത്തെ വളരെയധികം സ്വീകാര്യനാണ്, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ LDFിലാണെങ്കിൽ പോലും വളരെ മികച്ച നല്ല നേതാക്കന്മാരുണ്ട്. അപ്പം അതിനുശേഷം കോൺഗ്രസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണി പറയാൻ പറ്റുന്ന നല്ല നേതാക്കന്മാരുണ്ട്. അപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരാൾ ശശി തരൂരാണ്. തീർച്ചയായിട്ടും ശശി തരൂർ മികച്ച മുതിർന്ന ഒരു നേതാക്കളിൽ ഏറ്റവും മികച്ച ഒരു നേതാവാണ്. എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ വളരെ നല്ല രീതിയിൽ, കാരണം രാഷ്ട്രീയം എന്നതിന് ഉപരി അദ്ദേഹം ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നമ്മൾ എങ്ങനെ സേവിക്കണം, അല്ലെങ്കിൽ രാജ്യത്തെ മാത്രം മുൻനിർത്തി ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കാതെ, പക്ഷെ കോൺഗ്രസിലാണെന്ന് അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പലപ്പോഴും പല വിമർശനങ്ങൾക്കും അദ്ദേഹം ഇരയായിട്ടുണ്ടെങ്കിലും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ ആണെങ്കിലും തന്നെ അദ്ദേഹത്തെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അദ്ദേഹം ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് നിലപാടാണെങ്കിലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ ഞാൻ പറയും, അത് പാർട്ടി നോക്കിയിട്ടല്ല ഒരിക്കലും അദ്ദേഹം പറയുന്നത്. ഒരിക്കലും കോൺഗ്രസ് വിട്ട് അദ്ദേഹം പോകുകയും ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നുണ്ട്. തീർച്ചയായും. അടുത്തൊരു വ്യക്തി കൂടിയുണ്ട്, നമ്മൾ പരാമർശിക്കാൻ മറന്നതാണ്, സന്ദീപ് വാര്യർ. അദ്ദേഹം BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷനകത്ത് കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് സന്ദീപ് വാര്യർ. പാലക്കാടായിരിക്കും അദ്ദേഹം നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കും വരുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇലക്ഷൻ സമയത്ത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം മൂന്ന് മുന്നണികളും വളരെ ശക്തമായി തന്നെ ഇപ്പോൾ കേരള ഇലക്ഷന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഭരണം ആർക്ക് ലഭിക്കും എന്നുള്ളതെല്ലാം നിങ്ങൾ തന്നെ പറയാം. ചോദ്യചിഹ്നം നിൽക്കുന്നു. അതിന്റെ ഉത്തരം പറയേണ്ടത് പ്രേക്ഷകർ ഓരോരുത്തരും തന്നെയാണ്.